ഹലോ ഗായ് സ്കോട്ട്ലൻഡ്. അപ്പൊ ഇതിനിടയിലേ നമ്മള് സ്കോട്ട്ലാൻഡിൽ പോകാനിടയുണ്ടായി. എന്റെ കുറച്ച് ഫ്രണ്ട്സും അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ സ്കോട്ട്ലാൻഡ് പോകാനിടയുണ്ടായി. അപ്പം ഈ എന്താ പറയാ വ്ളോഗ് എടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയും കൊണ്ടൊന്നുമല്ല സ്കോട്ട്ലാൻഡ് പോയത്. നമ്മൾ എല്ലാവരും കൂടി പോകുന്നത് കുറച്ച് ഫണ്ണായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മെമ്മറീസ് ഉണ്ടാവണം, അങ്ങനെയുള്ളൊരു സംഭവങ്ങളിലാണ് നമ്മൾ അത് വെച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ നമ്മൾ സ്റ്റേ എടുത്ത അക്കോമഡേഷൻ കണ്ടതിന് ശേഷമാണ് ഓക്കെ ആ ഒരു പീസ് ഓഫ് ക്ലിപ്പ് ഒരു വ്ളോഗായിട്ട് ഇടണം എന്നുള്ളൊരു മൈൻഡ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെടുത്ത അക്കോമഡേഷൻ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം സ്കോട്ട്ലാൻഡ് ഭയങ്കര ഗോത്തിക് വൈബുള്ള ഒരു സ്ഥലമാണെന്നല്ലേ. നമ്മളിപ്പോൾ സ്കോട്ട്ലാൻഡ് പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെയധികം പണ്ടുള്ള ഗോത്തിക് ആയിട്ടുള്ള ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ് സ്കോട്ട്ലാൻഡിനുള്ളത്. ഇപ്പോഴും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഗോത്തിക് പബ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും സ്കോട്ട്ലാൻഡ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ എടുക്കുന്ന സ്റ്റേ അത്രയും ഗോത്തിക് വൈബായിട്ടുള്ള ഒരു സംഭവം ആയിരിക്കുന്നുള്ളത്. ആക്ച്വലി ചിലപ്പോൾ അത് ഓണർ അങ്ങനെ ഒരു ഗോത്തിക് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ആക്കിയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഓണർ എന്ന് പറയുന്ന ഒരു ചെങ്ങായി ചിലപ്പോൾ ആൻറ്റിക്ക് സെറ്റപ്പ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്തെന്നാലും നമ്മളുടെ ആ ഒരു അക്കോമഡേഷൻ എന്ന് പറയുന്നത് വളരെ ഗോത്തിക് വൈബുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ അതിന്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചില്ലിങ് വൈബ്, നമ്മുടെ പാട്ട്, നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കൂട്ടുകാരനായ ഒരു പാട്ടുകാരനുണ്ടായിരുന്നു, അവൻ്റെ കുറച്ച് പാട്ടും പിന്നെ നമ്മളുടെ കുറച്ച് എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണിത്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ ബി എൻജോയിങ് ഇറ്റ്.
നല്ല നേരം വരവേ
ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഈ വീട്ടിൻ്റെ ഓണർ ലെഫ്റ്റ് ഹാൻഡ് ആണോ? അല്ല, ഇതിന്റെ ഓണർ കുറച്ചൊരു ആന്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. അല്ല 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 അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ ഒരു മണിയുടെ കാര്യമില്ല പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അവിടെ വന്നതിന് ശേഷം? അവരെ അങ്ങനെ ആക്കില്ല. അല്ല, നമ്മൾ ഈ ടോയ്ലറ്റിലെ പെയിന്റിങ് കണ്ടില്ല? ഈ ടോയ്ലറ്റിലെ പെയിന്റിങ് കണ്ടില്ല? ഇല്ല, ഈ ടോയ്ലറ്റിലെ പെയിന്റിങ് കണ്ടില്ല? നിങ്ങളാണെങ്കിൽ ഈ ടോയ്ലറ്റിലെ പെയിന്റിങ് ശ്രദ്ധിച്ചില്ല? ശ്രദ്ധിച്ചിരുന്നോ? അത് കാണുമ്പോ തന്നെ നമുക്ക് നിങ്ങളത് കണ്ടില്ല? അത് ശരിക്കും അത് കാണുമ്പോ നമുക്കൊരു ആന്റി ക്രൈസ്റ്റ് ഒരു പിക്ചർ ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ഹാൻഡ് ആന്ന് പറഞ്ഞാൽ എല്ലാം ലെഫ്റ്റിലേക്കാ. എന്റെ ഫ്രണ്ട് ജസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അവന്റെ വീട്ടിൽ ഇതിനൊക്കെ എല്ലാം ലെഫ്റ്റിലേക്ക്. കാരണം വെച്ചാൽ അപ്പൊ റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് പീപ്പിൾ മാത്രമേ എങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ്. അത് ഡോർ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഫ്രിഡ്ജ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മളെല്ലാം റൈറ്റ് അല്ലേ, അപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അവര് ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. റൈറ്റിലേക്കാണ്. അപ്പൊ നിങ്ങൾ ഈ മുന്നേ ഓണർ ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാർ അവരെ കൺവീനിയൻസ് ഈ ഡോർ നമുക്ക് തുറന്ന അങ്ങനെ ഇപ്പൊ വരുന്ന എല്ലാ ഫ്രിഡ്ജിന്റെ ഡോറില്ലേ നമുക്ക് തുറന്ന് ഏത് സൈഡിലാണ് അങ്ങനെ ഉണ്ടോ? അല്ല, ഇപ്പൊ നമുക്ക് ജനലാണ് ചേച്ചിയുടെ ഫ്രിഡ്ജ് നമുക്ക് ലെഫ്റ്റ് ആക്കാം. എല്ലാ സാധനങ്ങളും ലെഫ്റ്റിലേക്കാണ്. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. എന്റെ ഫ്രണ്ടിന്റെ ഷെയ്ഖല്ല, ഇത് അബ്ദുള്ള. ഇത് ഷെയ്ഖ് അബ്ദുള്ള. അല്ല, നിങ്ങൾ ഈ പിക്ചർ മനസ്സിലായോ? ആ പിക്ചർ കണ്ടത് ഞാൻ പിക്ചർ ഒന്ന് കാണിച്ചു തന്നാലോ വീഡിയോയില്? അല്ലേ ഗൈസ്, ഞാൻ പിക്ചർ കാണിച്ചിട്ട് തരാം വീഡിയോയിലേക്ക്. നമ്മൾ എത്ര സമയം കോൺവെർസേഷനൊക്കെ ഗൈസ്. ആന്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമില്ലേ, അതിൻ്റെ ഒരു പിക്ചർ ഇതാണ്. ഒന്ന് ഇത് വിട്. ഓക്കെ, ഇതല്ല നമ്മൾ പറഞ്ഞുകൊണ്ടായത്. ആന്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഇതിനൊരു ഫീൽ വരുന്നത് ഈ ഒരു പിക്ചർ കേൾക്കുക ഗൈസ്. എന്താ പറഞ്ഞേ? ഇതൊന്ന് സെക്കൻഡ്, ഇത് രണ്ട്, ഇത് ടോയ്ലറ്റ് കേട്ടോ. ഇതായിരുന്നു നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ് ഒരു ഫ്രണ്ട് വ്യൂ കേട്ടോ. അത്യാവശ്യം നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പഴയൊരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻസ് ആണ് കേട്ടോ. ഇതിലിപ്പോൾ മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പഴയ കൺസ്ട്രക്ഷൻ നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ലൈറ്റ് ചാനൽസ് അല്ലെങ്കിൽ ഒരു ചിമ്മിണി പോലത്തെ ഒരു സെറ്റപ്പ്. അതായത് നമുക്കിപ്പോൾ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ പുറത്തുള്ള വെളിച്ചം ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ്. അത് ഗ്ലാസ്സൊക്കെ ഇട്ട് വെച്ച് കവർ ചെയ്തേക്കാണ്. അതിപ്പം ഇതുപോലെയുള്ള ഈ ഒരു ചാനൽ ഈ വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ആയിരുന്നു കാണുമ്പോൾ. എന്നുവെച്ചാൽ പഴയ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻസ് ആണ് ഇതൊക്കെ. ഇപ്പോഴത്തെ വീട്ടിൽ ഇതുപോലെ ഒന്നും ചെയ്യാറില്ല. കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ വെളിച്ചം കിട്ടാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ഗോത്തിക് വൈബൊക്കെ ഫീൽ ചെയ്യുന്ന ഒരുപാട് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ റൂമിൽ ആകെ മൊത്തം ഉണ്ട്. അതായത് ഫസ്റ്റ് ഫ്ലോർ ആയാലും ഗ്രൗണ്ട് ഫ്ലോർ ആയാലും എല്ലായിടത്തും ഇതുപോലെ ഒരുപാട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഇവിടുന്ന് കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു സ്റ്റേനെ കുറിച്ചിട്ടും. ലൈക്ക് എന്താ പറഞ്ഞല്ലോ, വ്ളോഗ് എടുക്കണം എന്നുള്ളൊരു സെറ്റപ്പിൽ വന്നതല്ല. ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് കാണിക്കുക എന്നുള്ള രീതിയിൽ ഒരു വ്ളോഗ്, ലൈക്ക് എന്താ പറയുക, ഒരു ഷോർട്ട് ക്ലിപ്പ് എടുത്തിട്ട് അതൊരു വ്ളോഗ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമായിരുന്നു. സോ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഫായിട്ട് തോന്നി. ഇപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയുക, ചില പെയിൻറ്റിങ് കുറച്ച് വിയേർഡാണ്, അല്ലെങ്കിൽ ഇറ്റ് ഇംപ്ലൈ സംതിങ് എൽസ്. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പം ഈ ഒരു സ്കോട്ട്ലാൻഡിൻ്റെ ഒരു ഗോത്തിക് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഓണർ ചിലപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തതായിരിക്കാം. വാട്ട് എവർ, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ആ ഒരു ക്ലിപ്പാക്കാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആക്കാം എന്നുള്ളതിനെ കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഇൻസ്ട്രക്ഷനും കാര്യങ്ങൾ തന്നെ കണ്ടില്ലേ, മദർ സുപ്പീരിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക മിമിക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ഉള്ളത് ഗൈസ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ.
We'll meet again with some other. Thank you. Bye bye.